മലപ്പുറം പുത്തനത്താണിയിൽ ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടായി. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് 2 യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പോലീസിൽ വിവരമറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11:30-ക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവപ്പടിയിലാണ് സംഭവം. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ 2 യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം ആക്രമിച്ചത്. ബാവപ്പടി സ്വദേശികളായ മങ്ങാടൻ ആഷിഖ്, അബ്ദുറഹ്മാൻ എന്നിവരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കാറിലെത്തിയ 4-അംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു. പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആയിക്കോട്ടെ, സോനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയും. എല്ലാം ഇവിടെ ഇവിടുന്ന് വിടൂല. അജിണ്ട് പോരെ, ഒരു പ്രശ്നമില്ല, ഇവനെ വിട്ടോളാം, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ട് പോയി. ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനമിടിച്ച് വീഴ്ത്തിയ ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു. പിന്നീട് തിരികെ സംഘമായെത്തി അക്രമം നടത്തുകയായിരുന്നു. ഇന്നലെ ഒരു 11:15 ടൈമില് അവിടെ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ട്, ഒരു ചെക്കൻ. അപ്പോൾ അവനോട് എവിടേക്ക് വന്നാന്ന് ചോദിച്ചവിടെ. അപ്പോൾ അവിടെ വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് ഇവനെ നമ്മളെ ഫ്രണ്ടിനെ തട്ടിയിട്ട് പോയി. അപ്പോൾ അവനെന്തോ MDMA കഞ്ചാവും കച്ചവടം ചെയ്യണവരാ. അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് 4-5 ആൾക്കാർ വന്ന് ഞങ്ങളെ കത്തിതൊക്കെ എടുത്ത് ഇതായതാണ്. പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റവർ ആരോപിക്കുന്നു. അതേമാതിരി കൽപ്പഞ്ചേരിക്ക് വിളിച്ചിട്ടും വണ്ടിയൊക്കെ വരാൻ ഒരുപാട് ലേറ്റ് ആയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ 3/4 മണിക്കൂറോളം അവിടെ പിടിച്ചിട്ടിന്ന് അവരെ ലോക്കാക്കിയിട്ടിന്ന്. ഈ വണ്ടി അടക്കം ഒരു ചോപ്പ് സ്വിഫ്റ്റാണ്. അത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ കത്തെല്ലാം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വണ്ടി എടുത്ത് ഓടി രക്ഷപ്പെടുന്നത്. വാളും കത്തിയും അടക്കമുള്ള മാരകായുധങ്ങളും സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.